ഹായ് ഫ്രണ്ട്സ്, ഒരു ടൂർ പോകേണ്ട ഒരു കാഴ്ചയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മോൾ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. മോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. വൺ ഡേ ട്രിപ്പ് ആണെന്ന് പറഞ്ഞിട്ടാണ് സ്കൂളിൽ നിന്ന് പോകാനായിട്ട് ഇരുന്നത് തന്നെ. അപ്പോഴത്തേക്ക് വൺ ഡേ ട്രിപ്പ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് 2 നൈറ്റും ഒരു ഡേയും ആക്കി കൊടൈക്കനാലാക്കിയിട്ട് അവരുടെ യാത്ര. അങ്ങനെ മോളോട് പോകണ്ടെന്ന് ഒരുപാട് പറഞ്ഞാണ് കേട്ടോ. പക്ഷേ പോയേ പറ്റത്തുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോകുന്നുണ്ട്. എന്നെ കൂടി വിടുമോ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് എന്നും കരച്ചിലും പിടിച്ചിലും പ്രശ്നമായിരുന്നു. അതേ കണക്ക് അച്ഛനോട് വിളിച്ചിട്ട് അച്ഛൻ എന്നെ കൂടി വിടുവോ എന്നൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ ഓക്കെ ശരി പൊക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ച് ആദ്യം പൈസയൊക്കെ കൊടുത്തിരുന്നു. പിന്നീട് അത് തിരിച്ച് വാങ്ങിച്ച് പിന്നെ വീണ്ടും പൈസ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് സീറ്റ് തികഞ്ഞു എന്ന് ടീച്ചർ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ വീണ്ടും ടീച്ചർ പൈസ തിരിച്ചു കൊടുത്തിട്ട് പിന്നെ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് പറഞ്ഞത്. ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ഇതേക്കൊരു കുട്ടി വരുന്നില്ല, അപ്പോൾ അവിടെ ഇത് സീറ്റ് ഒഴിവുണ്ട്, അപ്പോൾ മോളെ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഓക്കെ എങ്കിൽ ശരി പോക്കെ അവൾ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവർക്ക് കുറച്ച് സമയം കൂട്ടുകാരുമായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് തന്നെ. നമ്മുടെയൊക്കെ കുഞ്ഞിലും എനിക്കിങ്ങനെയൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ മോളെങ്കിലും പോയി സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഇവളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ വന്നത് കേട്ടോ. അവർക്ക് ഇത്രയും ദൂരം ടൂർ പോകുന്നതിനെക്കാട്ടിലും കൂട്ടുകാരടുത്ത് കുറച്ച് സമയം നന്നായിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് തന്നെ.